വെഞ്ഞാറമൂട് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡ് ഒരാട്ടോ സർവീസിൽ പോവും, ഒരാട്ടോ സീനാട്ടി പിടിക്കും. അപ്പോൾ രണ്ട് സൈഡിലുള്ള വണ്ടിയും അത് ഒരേ ടൈമിൽ ബ്ലോക്കാവും. യാത്രക്കാർ ഞങ്ങൾ അങ്ങനെ പോണ്ടേ, ഇങ്ങനെ കറങ്ങി വരണ്ടേ, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആണെന്നുള്ളത് ആൾക്കാർക്ക് ധാരണക്കുറവുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പലരും വന്ന് വൺ വേ കട്ട് ചെയ്ത് കയറുന്ന അവസ്ഥയുണ്ട്. ഇപ്പം രാവിലെ പോകും, ഇന്നലെ ഇങ്ങനെ ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ ഇങ്ങനെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ ആൾക്കാർ ഇതുമായിട്ട് ഇല്ല പോവുകയാണ്. ട്രാഫിക്ക് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഇതുവഴി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ വൺ വേ ഇങ്ങനെ ആയപ്പോൾ നല്ല ഒരു കാര്യമാണ്. ഒന്ന് ട്രാൻസ്പോർട്ട്, ഏതൊരു ഇത് നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ടുകാരെ അനുസരിക്കാറില്ല. അവർക്ക് പോലും തോന്നുന്നത് പോലെ അവർ വണ്ടി എടുക്കും. പോത്തൻകോട്ടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് ഇന്നൊരു ഗതാഗത നവീകരണ നടപടി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ്. യാത്ര ചെയ്യുന്നവർ കൃത്യമായും ട്രാഫിക് വാർഡന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഈ വഴി കടന്നു പോകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഗതാഗത നവീകരണങ്ങൾ, എപ്രകാരമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു പോത്തൻകോട് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത്? നമ്മൾ നോക്കുകയാണെങ്കിൽ പോത്തൻകോട് നിന്ന് വരുമ്പോൾ പോത്തൻകോട് മേലേമുക്ക ആ ഭാഗത്തേക്ക് വരുമ്പോൾ കഴക്കൂട്ടത്തേക്ക് പോകാനും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകാനും ഒക്കെ ഡീവിയേഷൻസ് ഉണ്ട്. അപ്പം അതെങ്ങനെ തിരിഞ്ഞു പോകണം, അത് ഈ ഒരു നവീകരണം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നടപ്പാക്കുന്നത്, ഇത് ഗുണകരമാണോ, യാത്രക്കാർക്ക് ദോഷകരമാണോ, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. വർഷങ്ങളായി ഇവിടെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അത്യാവശ്യം ഏകദേശം ഒരു 50ഓളം ആംബുലൻസുകൾ കടന്നു പോകുന്നൊരു വഴിയാണ്. ആംബുലൻസിന് പോലും പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി നമ്മളിത് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തി നോക്കി, പക്ഷേ ഒന്നിനും പരിഹാരം ആകാൻ കഴിയുന്നില്ല. ഇപ്പോൾ അങ്ങനെ പഞ്ചായത്ത് തന്നെ നിരവധി ആളുകൾ നിവേദനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ പല കമ്മിറ്റികളായി ചർച്ച ചെയ്ത് പല രീതിയിൽ നോക്കി. എന്നിട്ട് തന്നെയും പഞ്ചായത്ത് തന്നെ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തി, പാർക്കിംഗ് യാർഡ് സ്ഥാപിച്ച് കണ്ടെത്തി. അവിടെ ഇപ്പോൾ പാർക്കിംഗ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാർ അവിടെ പാർക്ക് ചെയ്യില്ല. 5 രൂപയോ 10 രൂപ കൊടുക്കുന്ന കരുതിൽ പാർക്ക് ചെയ്യില്ല. ഒന്നാമത്തെ വിഷയം അതാണ്, പാർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അവസാന വഴി ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിതിനകത്ത് ഇപ്പം ഞങ്ങൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് സർക്കാരുകൾക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഇവിടുത്തെ ഗതാഗത കുരുക്ക് എത്രയും പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ പഞ്ചായത്തിനാണ് റോഡിൽ ബ്ലോക്ക് ആകുമ്പോൾ നാട്ടുകാർ വഴി പറയുന്ന പഞ്ചായത്തിനാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഓട്ടോ റിക്ഷ ജീവനക്കാരെയും നമ്മുടെ വ്യാപാരി വ്യവസായികളെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ആണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുണ്ടാവും, ടെമ്പോ ടക്കർ തൊഴിലാളികൾക്കുണ്ടാവും, വ്യാപാരി വ്യവസായികൾക്കുണ്ടാവും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. ഇനി ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ഇതിന് മറ്റൊരു റോഡ് തന്നെ ആവശ്യമുണ്ട്. അത് ഇനി വരും വർഷങ്ങളിൽ അതിനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരുകൾ എത്തണം എന്നുകൂടി എല്ലാം വേണമെങ്കിൽ ഇവിടെ ആൾ വരണം. ഇപ്പോൾ ആൾ വരാത്ത അവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ ഈ ബ്ലോക്ക് പോത്തൻകോട് ചെല്ലുമ്പോൾ വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ പോത്തൻകോട് ബ്ലോക്ക് ആവണമെന്നൊരു ചിന്ത ഉണ്ട്. അത് മാറണം. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരീക്ഷ നടത്തുന്നത്. ഇത് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു പരിഷ്കാരം കാണുമ്പോൾ ഇത് തുടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം കാണില്ലേ? തീർച്ചയായും സംശയം ഉണ്ടാവാം. ഇപ്പോൾ വ്യാപാരി വ്യവസായിച്ച് 1-2 പേര് ഇങ്ങനെ അവരെ കടയിൽ കച്ചവടം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർക്കിംഗ് സ്ഥലത്ത് യാർഡുകൾ, സ്ഥലം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ മാക്സിമം വണ്ടികൾ പാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചാലയിൽ മാർക്കറ്റിൽ പോയാൽ വണ്ടി നമ്മൾ ചിലപ്പോൾ 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടല്ലോ, അവിടെ പാർക്കിംഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വ്യാപാരി വ്യവസായ കച്ചവടം ഉണ്ടാവും. ഈ ഒരു പരിഷ്കാര നടപടികൾ നെടുമങ്ങാട് ഭാഗത്തേക്ക് വരുന്ന വണ്ടികൾ MD തിയേറ്റർ റോഡ് വഴി RKPS റോഡ് വഴി കറങ്ങി വൺ വേ കറങ്ങി ഡിപ്പോയ്ക്കകത്ത് കയറും. അപ്പോൾ ഇപ്പോൾ അതിൽ ബ്ലോക്കില്ല. അപ്പോൾ തിരിച്ച് ഇറങ്ങേണ്ട വാഹനങ്ങൾ ഇപ്പുറത്ത് വെഞ്ഞാറമൂട് റോഡിലൂടെ ഇറങ്ങി തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. വെഞ്ഞാറമൂട്ടിൽ വരുന്ന വാഹനങ്ങൾ അപ്പം നേരെ വൺ വേ കറങ്ങി തന്നെ ആയിരിക്കണം. ടൗണിൽ തിരിയാൻ അനുവദിക്കത്തില്ല. അത് വൺ വേ കറങ്ങി, എല്ലാ വാഹനവും വൺ വേ കറങ്ങി തന്നെ വരേണ്ടി വരും. അതായത് പോത്തൻകോട് വെഞ്ഞാറമൂടി വരുന്നതും വെഞ്ഞാറമൂടി വരുന്ന വാഹനം ബൈക്കുകളെല്ലാം ഇവിടെ കറങ്ങിപ്പോവും. അല്ല വലിയ വാഹനങ്ങളെല്ലാം വൺ വേ കറങ്ങി വരേണ്ടി വരും. സ്കൂട്ടറിലൊക്കെ ചിലപ്പോൾ ഇതിലെ നമുക്ക് ഉള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് പോവേണ്ട വരും. കാരണം ഈ ജംഗ്ഷനെ സംബന്ധിച്ച് ഇടം കുറവാണ്, വളരെ ഇടം കുറവാണ്. ടൂ വേ ആക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ബ്ലോക്ക് ആവുന്നില്ല. അല്ലെങ്കിൽ പോത്തൻകോട് വന്നാൽ ആൾക്കാർ പേടിയാണ്. ഒരു മണിക്കൂറോളം കുടുങ്ങി കിടക്കുന്നതാണ്. ഇന്ന് ഈ സമയം വരെ അങ്ങനെയില്ല. നമുക്ക് ചെയ്യേണ്ടത് പരമാവധി നാട്ടുകാർ ഇതെല്ലാം സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിയമപരമായി ഈ പറയുന്ന കാര്യങ്ങൾ വാഹന ഉടമകൾ അനുസരിക്കുന്നില്ല. അതായത് ജംഗ്ഷനിൽ വന്നിട്ട് അവർ തിരിഞ്ഞ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കറങ്ങിക്കയറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒഴിവാക്കേണ്ടത് ഇതേ മാതൃകയിൽ
ഈ വച്ചിരിക്കുന്ന മെറ്റീരിയൽ ആ ജംഗ്ഷനിലും വൺ വേ ആക്കി അങ്ങോട്ട് പോകത്തക്ക രീതിയിൽ ചെയ്യണം. പക്ഷേ അതൊരു ബസ് സ്റ്റാൻഡിൽ കയറേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അങ്ങനെ ചെയ്യാത്തത്. ഒന്ന് ട്രാൻസ്പോർട്ട് ഏതൊരു ഇത് നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ടുകാരെ അനുസരിക്കാറില്ല. അവർക്ക് തോന്നുന്നത് പോലെ അവർ വണ്ടി എടുക്കും. ഒന്ന് ട്രെയിൻ ഇവിടുന്ന് തിരിയല്ലേ എന്ന് പറഞ്ഞാൽ അവർ തിരിയും. ഒന്ന് അവിടെ നിന്ന് തിരിയല്ലേ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് തിരിയും. അവിടെ നിന്ന് വെഞ്ഞാറമൂട്ടി പോകേണ്ട വണ്ടികൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി വെഞ്ഞാറമൂട്ടിലോട്ട് തിരിയരുത്. അവിടെ ആ ഗേറ്റിൽ നിന്ന് തിരിയത്തില്ല. ആ ഗേറ്റിൽ തിരിഞ്ഞാൽ ആ റോഡിന് വീതിയില്ല. അപ്പോൾ ആ രണ്ട് സൈഡിലുള്ള വണ്ടിയും ബ്ലോക്കാവും. അത് ഇങ്ങനെ കറങ്ങി വരാൻ മെയിൻ ഗേറ്റിൽ കൂടെ കറങ്ങി വരാനാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അവർ അനുസരിക്കുക. പിന്നെ ഇവിടെ ഈ വെഞ്ഞാറമൂട്ട് സൈഡിൽ നിന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡ് ഒരു ഓട്ടോ സർവീസ് പോവും, ഒരു ഓട്ടോ സീനാട്ടി പിടിക്കും. അപ്പോൾ രണ്ട് സൈഡിലുള്ള വണ്ടിയും അത് ഒരേ ടൈമിൽ ബ്ലോക്കാവും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. വെഞ്ഞാറമൂട് സൈഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ആ ഓട്ടോ സ്റ്റാൻഡാണ്. ആ ഓട്ടോ സ്റ്റാൻഡ് മാറിയ ഒരുവിധം നമുക്ക് ആ ബ്ലോക്ക് മാറ്റി വേണ്ടത്. സ്ഥലമാണ് പോത്തങ്കോട്, വീതി കുറവാണ്. ബൈപ്പാസിന് വേണ്ടി സ്ഥലം എടുത്തിട്ടും പോത്തങ്കോട് ജംഗ്ഷനിൽ സ്ഥലം വീതി കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗതാഗത നവീകരണം ഈ ഒരു ഉച്ചസമയം കഴിയുന്നത് വരെ 3 മണിയോടുകൂടി അടുക്കുകയാണ്. ഇതുവരെ വിജയകരമാണ്. ഒപ്പം തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് ലഭിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ കനത്തൊരു ഗതാഗത കുരുക്കാണ്, രൂക്ഷമായൊരു ഗതാഗത കുരുക്കാണ് ഈ ഭാഗത്ത് കാണുന്നത്. എന്നാൽ ഈ ഒരു സമയം 3 മണി ആകുന്നത് മാത്രമേ ഉള്ളൂ. 4 മണി മുതൽ വൈകിട്ട് ഒരു 7 മണി വരെയാണ് ഓഫീസ് വിടുന്ന സമയം. അതുപോലെ തന്നെ സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ് അടക്കം കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. ആ ഒരു സമയത്ത് കൂടി ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ബ്ലോക്കുകളൊന്നും ഉണ്ടാകാതെ ഗതാഗത തടസ്സമൊന്നും ഇല്ലാതെ സുഗമമായിട്ടാണ് ഇവിടുത്തെ യാത്ര സാധിക്കുന്നതെങ്കിൽ ഈ ഒരു നവീകരണം പൂർണ്ണ വിജയമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ, ഓൺലൈൻ വാർത്ത 24/7 പോത്തങ്കോട്. കടക്കലിൽ ഭീമയുടെ എക്സിബിഷനും സെയിലും ഓഗസ്റ്റ് 9 മുതൽ 11 വരെ കടക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള RJ ടവറിൽ വെച്ച് നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവ്, 1% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ്. പഴയ സ്വർണത്തിന് കൂടുതൽ മൂല്യം, പവന് 500 രൂപ മുതൽ അടച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം. ഞാൻ എന്തായാലും ഈ സുവർണ അവസരം മിസ് ചെയ്യില്ല. നിങ്ങളും ഉണ്ടാവില്ലേ?